ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മീഷോ പ്രൊഡക്ട്സായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു സ്പൈസ് ബോക്സ് ആണ്. സ്റ്റീലിൻ്റെ സ്പൈസ് ബോക്സ് ആണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്പൈസ് ബോക്സ് ആണ്. ഇതിൻ്റെ ലിഡൊക്കെ വരുന്നത് കണ്ടോ, ഇതുപോലെ സ്റ്റീലിൽ ഗ്ലാസ് ആണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ്സിലാണ്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലിഡാണ്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ സ്പൈസ് ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 7 പാർട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഓരോന്ന് ഇതിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം സ്റ്റീലിലാണ് വരുന്നത്. കൂടുതലൊരു സ്പൂണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഓരോ പാർട്ടും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് വെക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഇട്ട് വെക്കാം കേട്ടോ. ജീരകം, ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനും പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്പൈസ് ബോക്സ് ആണ്. പിന്നെ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ യൂസ് ചെയ്യാനും പറ്റില്ല. പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊരു പേടിയല്ല, കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടിയൊക്കെ വരും. സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം കേട് വരാണ്ട് യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ബോക്സ് കണ്ടോ, ഇതുപോലെ നമ്മളെ ടിഫിൻ ബോക്സ് ഒക്കെ പോലെയാണ് വരുന്നത്. നല്ല വലിപ്പത്തിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 347 രൂപയായിരുന്നു കേട്ടോ മീഷോയിൽ. ഇപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 316 രൂപയെ വരുന്നുള്ളൂ. ആ ഒരു റേറ്റിനൊക്കെ എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് പ്രോഡക്റ്റ്, ഇത് ഒരു കണ്ടെയ്നർ ബോക്സ് ആണ് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സാണ്. ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. നടുവിൽ ഇതുപോലെ ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ട് 2 പാർട്ടായിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഒരുപാട് വലുപ്പമല്ല കേട്ടോ, ചെറുതാണ്. ഇത് 2 പാർട്ടും കൂടെ കൂടിയിട്ട് 1100 ml ആണ് കപ്പാസിറ്റി വരുന്നത്. സംഭവം നല്ല അടിപൊളിയാണ്, ഒരു വെറൈറ്റി മോഡലാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സസറീസൊക്കെ സ്റ്റോർ ചെയ്ത് വാർഡ്രോബിൽ സൂക്ഷിക്കാനും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതാണ്. നല്ല പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ 2 ഭാഗത്തും കൂടിയായിട്ടാണ് ഇതിൻ്റെ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 168 രൂപയായിരുന്നു കേട്ടോ മീഷോയിൽ. ഇപ്പം 154 രൂപ ഏതാണ്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, പ്രൈസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇടാനാകുമ്പോഴേക്കും ചിലപ്പം പ്രൈസ് കൂടിയും വരും. അപ്പോൾ ചില പ്രൊഡക്ട്സിനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞതിലും പ്രൈസ് ഒരുപാട് കൂടുതലാണെന്ന്. ഒരുപാടൊന്നും എന്തായാലും വരില്ല, എന്തായാലും കുറച്ചൊക്കെ ഡിഫറൻസ് വരാറുണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റിൽ കാണിക്കാറുണ്ട്. അങ്ങനെ ചേഞ്ച് ആവും കേട്ടോ മീഷോയിൽ. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ചിലപ്പം കുറയും കൂടെയൊക്കെ ചെയ്യേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണ് കേട്ടോ. ഇത് ജൂട്ടാണ് മെറ്റീരിയൽ വന്നിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വാർഡ്രോബിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പിന്നെ എന്താ പറയുക, നമുക്ക് ഡ്രസ്സസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. 3 ഡിഫറെൻറ്റ് സൈസിലാണ് കേട്ടോ വരുന്നത്. ഏറ്റവും വലുതാണിത്, അതിൻ്റെ താഴെ ഇത്, അതിൻ്റെ താഴെ ഇത്, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു ലിഡ് വരുന്ന ടൈപ്പിലുള്ള ബാസ്ക്കറ്റ് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 334 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു 3 എണ്ണത്തിന്. ഇനിയിപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റ്, ഇതും ഒരു കണ്ടെയ്നർ തന്നെയാണ് കേട്ടോ. 4 ടയേഴ്സിൽ വരുന്ന ഒരു കണ്ടെയ്നേഴ്സാണ്. ഇത് ഒരു പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ മീഷോയിൽ. ഇതുപോലെയാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനാവുക. ആദ്യം ലിഡ് എടുക്കുക, എന്നിട്ട് ഓരോന്നും ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. ഒരൊറ്റ ലിഡിൽ ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് 4 ടയറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ചെറിയ ചെറിയ ബോക്സസ് ആണ് ഓരോന്നും, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് നമുക്ക് ആക്സസറീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വെക്കാമല്ലോ. ഇതിൻ്റെ താഴെ ഇതുപോലൊരു വാഷറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് അട്ടിക്കട്ടിക്ക് വെക്കുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വാഷർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും സൂക്ഷിക്കാനും പറ്റും. ഇനി അതല്ല സ്റ്റോർ റൂമിലൊക്കെ സൂക്ഷിക്കാനും പറ്റും. അതല്ലെങ്കിൽ വാർഡ്രോബിലും അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ നമുക്ക് ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കണ്ടെയ്നറാണ് കേട്ടോ. 4 ടയറിലായിട്ട് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ ഭയങ്കര ക്യൂട്ടായി നിൽക്കുന്നതുകൊണ്ട് വാങ്ങിച്ചതായിരുന്നു. സംഭവം അടിപൊളിയാട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 202 രൂപയായിരുന്നു കേട്ടോ.
ഇതാ എങ്ങനെയാണ് ഓരോന്നും അറ്റാച്ച് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു വാഷർ നല്ല ലെവലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഓരോന്നും അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഇതാ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് ഇതിൻ്റെ സൈഡിൽ, അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല വൃത്തിയിൽ വീണ് പോകാതൊക്കെ നിന്നോളൂ. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടും നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലിഡാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ, ആ ലിഡിന് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തൂക്കിയെടുക്കാനൊക്കെ എളുപ്പത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഹാൻഡിലാണ്. യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ, ഒരുപാട് സ്പേസും വേണ്ട. ഇങ്ങനെ അറ്റാച്ച്ഡായി വരുന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്പേസിൽ നമുക്കിത് ഒതുക്കി വെക്കാനും പറ്റും. ഇനി ഞാൻ ലിഡ് കാണിച്ചു തരാം കേട്ടോ. ലിഡിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു മുകളിൽ കാണുന്ന വൈറ്റ് ഭാഗമില്ല, അതാണ് ലിഡിൻ്റെ ഹാൻഡിൽ. ഇത് നമുക്കിങ്ങനെ മേലോട്ട് ഉയർത്തി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരേ, ഒരു മിനിറ്റ്. ഇതാ ഇങ്ങനെ നന്നായിട്ട് തന്നെ മേലോട്ട് ഇതാ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സസ് ആണ് കേട്ടോ, കണ്ടെയ്നേഴ്സാണ്. 6 വരുന്നൊരു സെറ്റാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നമുക്കിങ്ങനെ ഒതുക്കി വെച്ചാൽ നല്ല നീറ്റായിട്ട് നിന്നോളും. നമുക്ക് ഫ്രീസറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നറാണ് കേട്ടോ. ഫ്രീസറിൽ നമുക്ക് മീറ്റ്, ഫിഷ്, അതുപോലെ ചിക്കൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും, പിന്നെ അതല്ല വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയുള്ള കണ്ടെയ്നേഴ്സാണ്. നല്ല ഒതുങ്ങി നിന്നോട്ടോ, ഒരുപോലത്തെ കണ്ടെയ്നേഴ്സാണ്. പിന്നെ ലിഡൊക്കെ നല്ല എയർ ടൈറ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ലിഡും ഈ ഒരു കണ്ടെയ്നറും ഒക്കെ. പിന്നെ 6 വരുന്ന ഈ സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 246 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിന്ന് പിരിയാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.